ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെയ്തത് എന്തായാലും തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അത് വളരെയധികം മോശമായി പോയി ആണ് പറഞ്ഞത്. ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ ദിലീപേട്ടന്റെ കൂടെ ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ്. അങ്ങനെയല്ല, അത് ഒന്നര പോകും. പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും ഒന്നര പോകും. അതറിയില്ല. കാരണം മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ അത് കേട്ടില്ല, ഓടി അതെനിക്ക് മനസ്സിലാവില്ല. ഒന്നരയുടെ കണക്ക്. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരിക്കൽ കെണിയത് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഒരു മാറ്റവും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ ഞങ്ങൾ പീഡിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. മടങ്ങി വരാം. ഒരു മെസ്സേജ് ഞാൻ വായിക്കും. എങ്ങനെയാണ് ഈ ദിലീപിന്റെ PR സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കോടതി തീരുമാനിക്കുന്നത് വിധി, അത് നീയല്ല തീരുമാനിക്കേണ്ടത് പരമൊട്ട. കേരളത്തിലെ ജനങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ജനപക്ഷത്തായിരിക്കും. ഒന്ന് ഇരയ്ക്കൊപ്പവും രണ്ട് ദിലീപിനൊപ്പം. രാവിലെ മുതൽ ഈ ഒരു കേസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കേട്ട് വന്ന് ഇന്ന് ഈ ദിവസം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെ അറിഞ്ഞുകൂടാ, മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിലവിൽ ഇതിനകത്ത് 6 പ്രതികളാണ് ഉള്ളത്. ഈ 6 പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് ഇപ്പൊ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാൽ അവർക്ക് പറയാനുണ്ടായിരുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇത് ഏതാണ്ട് ഒരു 8.5 വർഷമായിട്ടുള്ള നടന്നിട്ട്, ആ ഒരു സമയത്തും ആ ഒരു കാലയളവിലും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു സാധനം എടുത്തു വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ആരാണ് പ്രതി, ആരാണ് പ്രതി അല്ലാത്തൊരു കാര്യം. വ്യക്തമായിട്ട് ആ വീഡിയോ സംഭവങ്ങളും ആ ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിന് മുമ്പ് ഒരു കാര്യം, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഇലക്ഷന് ഒരു ദിവസം മുമ്പ് തന്നെ ഇതിന്റെ ഒരു വിധി പ്രഖ്യാപിക്കണമെന്നുള്ളത് ഈ നാട് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമായിരുന്നു. അവർക്കത് ആവശ്യമായിരുന്നു. അവർ ആ ഇരയ്ക്ക് കൊടുത്തൊരു ഉറപ്പായിരുന്നു. ആ ഇരയ്ക്ക് കൊടുത്ത ഉറപ്പ് അവര് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു. പാലിച്ചപ്പോഴത്തേക്കിന് ഈ ഇരയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇര വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ അല്ല അവിടുന്ന് കിട്ടിയെന്നാണ് ഇപ്പൊ ഇര ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ ആ ഒരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ആണോ അല്ലയോ എന്നുള്ള സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളുടെ വിധിയും അല്ലെങ്കിൽ ജനങ്ങളുടെ വിധിയും മാത്രമാണ്. അല്ലാതെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരു കോടതിയിൽ നിന്നും ആർക്കും പുറത്തോട്ട് വരാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഒപ്പോസ് ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റും അതിന്റെ ബാക്കിൽ നിന്നുള്ള ആൾക്കാരും കാര്യങ്ങളും ഒന്നും ചെറിയ ആൾക്കാരൊന്നും അല്ല. ഒരു സൈഡിൽ പണം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും പണമുണ്ട്. അതായത് ഇപ്പുറത്തെ സൈഡിൽ പണത്തിന്റെ, അതായത് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി നിന്നിട്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് ഗവൺമെന്റാണ് നിന്നത്. ആ ഗവൺമെന്റിന് കൃത്യമായിട്ടൊരു നീതി മേടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായിട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് ദിലീപിനെ ഇതിനകത്തൊരു പ്രതിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഇലക്ഷന് അവർക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് നിന്നത് ചെറിയ ആൾക്കാരല്ല, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേക്കണം. പിന്നെ ഈ ഒരു 8.5 വർഷം നീണ്ടുപോയതിനകത്ത് വ്യക്തമായ തെളിവുകൾ ഈ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേരിലില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. എന്നാ പോട്ടെ, ദിലീപിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ദിലീപിന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും ശ്രദ്ധയിൽ പെടാനുള്ള ഒരു കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം എന്തായിരുന്നു? മഞ്ജു വാര്യർ, ദിലീപ്, കാവ്യ മാധവൻ, ഇവര് 3 പേരും തമ്മിലുള്ള ഒരു ഇഷ്യൂ തന്നെയായിരുന്നേ. ഈ ഒരു പ്രശ്നത്തിന് ശേഷം വെരി നെക്സ്റ്റ് ഡേ തന്നെയാണ് മഞ്ജു വാര്യർ പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന്. ഈ മഞ്ജു വാര്യർക്ക് എങ്ങനെ മനസ്സിലായി ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന്? അല്ല, ഒരാളെ പീഡിപ്പിക്കുന്നു, ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്നു, അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? മഞ്ജു വാര്യർക്ക് ഫ്ലാറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് 3-ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണിയാണ് പറയുന്നത് മഞ്ജു വാര്യർക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കേസിലെ പ്രതിയാണ് പറയുന്നത്. എന്നാൽ ഇന്നേ ദിവസം ഇവരെ പ്രതിയെന്ന് മുദ്ര കുത്തിയതിനു ശേഷം ബസ്സിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇവന്മാരൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം വാ തുറക്കത്തില്ല. കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടാലോ. ആ സംഭവങ്ങളും വ്യക്തമായ തെളിവുകളും ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം. എപ്പോഴാണ് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് ഈ ഒരു സാധനം ആരോപിക്കപ്പെട്ടെന്നുള്ളൊരു കാര്യം. ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും, പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി. കാവ്യ മാധവൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. അപ്പൊ കാവ്യയുടെ കാര്യങ്ങൾ മഞ്ജു വാര്യരോട് ചെന്ന് പറഞ്ഞത് ഈ ഇര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് നിലവിൽ ഈ നാട്ടിൽ ഇപ്പൊ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ല, ഒരു കാര്യങ്ങൾ അതാണല്ലോ. അപ്പൊ നമ്മൾ ഡയറക്റ്റ്
ഈ മഞ്ജു ഇത് പറഞ്ഞപ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നത് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് മാത്രം. അപ്പൊ ഒറ്റയടിക്ക് എല്ലാം കൂടെ മുദ്ര കുത്തി ദിലീപാണ് ഇതിനകത്ത് മെയിൻ, ദിലീപാണ് ഇതിനകത്ത് എല്ലാം ചെയ്തിരിക്കുന്നത് എന്നൊരു കാര്യം മുദ്ര കുത്തുകയും കൂടുതൽ മാധ്യമങ്ങൾ അതിനകത്ത് ഇൻവോൾവ്മെന്റ് കൂടുതൽ എടുത്തത്. അത് ഞാൻ ഇതിന് മുമ്പ് ഇത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു കേസ് അതിനൊരു വിധി വന്നതിന് ശേഷം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ എനിക്കത് മനസ്സിലായി മാധ്യമങ്ങൾ ഇതിനകത്ത് എത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ടുള്ള എന്നൊരു കാര്യം. അത് വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ടറിന്റെ മടങ്ങി വരാം. ഒരു മെസ്സേജ് ചെയ്യാൻ വായിക്കും. എങ്ങനെയാണ് ഈ ദിലീപിന്റെ PR സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കോടതി തീരുമാനിക്കുന്നത് വിധി, അത് നീയല്ല തീരുമാനിക്കേണ്ടത് പരമൊട്ടെ. കോടതി തീരുമാനിക്കുന്നത്, അതായത് ദിലീപിന്റെ സൈബർ സംഘം കമന്റ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് എടുത്തു വെച്ചിട്ടാണ് ഈ കേസിന് വിധി വന്നതിന് ശേഷം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കണം, ഇവരൊക്കെ കൂടിക്കൊട്ട് ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ഒരു വീടിന്റെ മേളിൽ പറത്താൻ വേണ്ടിട്ട് ഇവർക്ക് എന്തോ ഉള്ള റൈറ്റ്സ് ഉള്ളത്? ഒരു ഡ്രോൺ ഷോട്ട് ചെയ്തിട്ട് അവരുടെ പ്രൈവസിക്ക് അത് ഇതുപോലെ ചെയ്യാനായിട്ട് എന്ത് റൈറ്റ്സ് ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കും ഇത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കാരണം ഈ ബാക്കി കമന്റ് കൂടെ കേൾക്കാൻ പറഞ്ഞുതരാം. ആണ് വിധി, നീയല്ല തീരുമാനിക്കുന്നത് പരമൊട്ടെ എന്ന് പറഞ്ഞ് ഒരു ഐഡിയയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ PR ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ്. ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തിയ അല്ല, ഇവന്റെയൊക്കെ വായിരിക്കുന്നത് വെള്ളിക്കരണ്ടി, വേറെ ആരുടെ വായിരിക്കുവാണെങ്കിൽ അത് മറ്റേ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് വെച്ച് ഉണ്ടാക്കിയ ഒരു കരണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് നെഗറ്റീവ് കമന്റുകൾ വരുമ്പോഴത്തേന് അത് ദിലീപിന്റെ ഭാഗത്ത് നിന്നും അവരുടെ സൈബർ ടീമുകൾ വിടുന്ന ഒരു കമന്റ്. എന്താ പൊതുജനത്തിന് വിട്ടുകൂടെ? എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടല്ലോ, ആ കോടതിയുടെ മുന്നിൽ വന്നു നിന്നത് തയ്യാറല്ല. ബിരിയാണി മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് വന്ന് കഴിച്ചിട്ട് വന്ന് നിൽക്കാൻ വന്നവരല്ല. ഒരു ക്വാർട്ടറും കുപ്പിയും പറഞ്ഞിട്ട് വന്ന് നിന്നതൊന്നുമല്ല. ദിലീപിനെ ഇഷ്ടമുള്ളവരും ദിലീപിനെ ആരാധിക്കുന്നവരാണ് നിന്നിട്ടുള്ളത്. ദിലീപിനെ ഇഷ്ടപ്പെട്ടുള്ളവരാണ് ദിലീപിനൊപ്പം നിന്നു എന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടിട്ടുള്ളത്. ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഫോട്ടോ ഇട്ടിട്ടുള്ളത്, സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇരയാക്കപ്പെട്ട വ്യക്തിക്കും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇരയാക്കപ്പെട്ട വ്യക്തിയെ ഒരു തരത്തിലും ഒരു രീതിയിലും ഞാൻ മാറ്റി നിർത്തുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇരയെ മാറ്റി നിർത്തുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് ആരോപണം വരാനിടേണ്ട സാഹചര്യം എന്താണ്, എന്തിനാണ് ആ ഒരു വ്യക്തിയുടെ മേളിലേക്ക് ഇത് വന്നത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് പറയുന്നത്. ഇനി ഇതേ മാധ്യമ പ്രവർത്തകർ തന്നെ അടുത്ത ഒരു മാധ്യമ അജണ്ട ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഇതേ റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ കോടതി വളപ്പിൽ നിന്നുകൊണ്ട് കാണിക്കുന്ന ഒരു അഭ്യാസമോ അഴിഞ്ഞാട്ടോ അല്ലെങ്കിൽ തെമ്മാടിത്തരോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവൾക്കൊപ്പമാണ്. ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. ഒരു മാറ്റവും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഞങ്ങൾ പീഡിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. ഞങ്ങൾ എന്നും അങ്ങനെ തന്നെയാണ്. ആ നിലപാട് ഒരു മാറ്റവും. അത് വൈടുക്ക് ആ നിലപാട് കാണിച്ചേ അവന്മാരെ വൈടുക്ക് അവന്മാരെ നമ്മൾ ഒരു മാറ്റവും ഇല്ലത്. നിങ്ങൾ പോയിക്കും. ഞങ്ങൾ കൃത്യമായി ന്യായത്തിന്റെ ഒപ്പം നിന്നോളൂ. ഇനിയും നിന്നോളൂ. ന്യായത്തിന്റെ ഒപ്പം ഇനിയും നിൽക്കും. ഞങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ ചെയ്യും. നീതിക്കൊപ്പം നിൽക്കും. നിങ്ങളെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല. നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും. നീതിക്കൊപ്പം നിൽക്കും. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റവും. ഇനിയും അവൾക്കൊപ്പമാണ്. അതിലൊരു മാറ്റവും. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റവും. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും ഇവിടെ കൊണ്ട് കോടതി തീരില്ല. ഇനിയും കോടതിയുണ്ട്. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റവും. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും ഉണ്ടാവും. ഇതോടൊന്നും പേടിക്കില്ലെന്നേ. ഇതൊന്നും കൊണ്ട് കണ്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തമായ എല്ലാവരും, അതായത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുൾപ്പെടെ ഇരയ്ക്കൊപ്പം തന്നെ നിൽക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത്. ഇരയ്ക്കൊപ്പം തന്നെ നിൽക്കണം. പക്ഷെ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ കേസിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. കാരണം ഇതേ കാര്യം തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് സംഭവിച്ചപ്പോഴത്തേന് ഇതേ ചാനലുകാർ തന്നെ പറഞ്ഞായിരുന്നു, വേടൻ എന്ന് പറഞ്ഞ വ്യക്തി രക്ഷപ്പെട്ടു, സത്യം ജയിച്ചു, നീതി ജയിച്ചു, ധർമ്മം ജയിച്ചു. അവിടെ ജയിച്ചപ്പോഴെല്ലാം സത്യവും നീതിയും ധർമ്മവും ആണെങ്കിൽ ഇവിടെ ദിലീപിന്റെ സൈഡിലേക്ക് വന്നപ്പോൾ എന്ത് ഇവിടെ സത്യവും നീതിയും ധർമ്മവും കാര്യങ്ങളൊന്നും ഇല്ലേ? ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല, ഒരു കാര്യം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം ഇതിനകത്ത് പല അജണ്ടകളുണ്ട് എന്ന് നമുക്ക് സ്വയമേ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പല വീഡിയോസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എവിടേക്കാണ് മാനിപ്പുലേഷൻ നടക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇത് ഞാൻ വ്യക്തമായി കാണിക്കാനുള്ള കാരണം, ഇതേ പ്രതി, അതായത് ഈ 6 പ്രതിയിൽ ഒരു പ്രതി വ്യക്തമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രതികൾ, 1 പൾസർ സുനി, 2 മാർട്ടിൻ ആന്റണി, 3ാമത്തത് ബി മണികണ്ഠൻ, അത് കഴിഞ്ഞ് VV വിജീഷ്, അതിന് H സലീം, പ്രദീപ്. ഇങ്ങനെ 6 പേരായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന വ്യക്തമായിട്ടുള്ള പ്രതികൾ. ഇതിനകത്ത് ഒരു പ്രതി, അതായത് മാർട്ടിൻ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം, ഈ പോലീസ് തൂക്കിയെടുത്തതിന് ശേഷം
ഇവൻ മാധ്യമങ്ങളോട്, അതായത് കോടതി വളപ്പിൽ നിന്നും കൊണ്ടുപോകുന്ന വഴി മാധ്യമങ്ങളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇതെന്താ ഇപ്പൊ ആരും എടുത്ത് ചർച്ച ചെയ്യാത്തത്? അതൊന്ന് നോക്കാം നമുക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഫ്ലാറ്റ്. ഇതിന്റെ ഒരു ആശയം എന്താണെന്നും ഇതിനകത്ത് എത്രത്തോളം വ്യക്തമായ സത്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എവിടെയെങ്കിലും ചർച്ച നടന്നു കണ്ടിട്ടുണ്ടോ? ഇന്ന് ഈ നിമിഷം വരെ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേനകത്തൊരു ചർച്ച കണ്ടില്ല. എപ്പം ചർച്ചയായി തുടങ്ങി, അല്ലെങ്കിൽ എപ്പോൾ ഇത് സംസാര വിഷയമായി തുടങ്ങി എന്ന് ചോദിച്ചാൽ, ദിലീപിനെ ഇതുപോലെ തന്നെ കോടതി വളപ്പിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ദിലീപ് പറഞ്ഞൊരു കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം കള്ളക്കമ അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന് മനസ്സിലായത് വ്യക്തമായ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ദിലീപിനെയാണ്. കാരണം സത്യം തെളിഞ്ഞപ്പോഴത്തേക്കിനും മേളിൽ ആരോപിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, പല പറഞ്ഞവരോടുള്ള ദേഷ്യങ്ങൾ ഇതുവരെ കാണാത്തൊരു ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എനിക്ക് ആ ക്യാമറയ്ക്ക് മുന്നിൽ കാണാൻ സാധിച്ചു. മഞ്ജു വാര്യർ ഇതിനകത്തൊരു ഗൂഢാലോചനയുടെ ടോപ്പിക് ദിലീപിന്റെ പേരിലേക്ക് എടുത്ത് ഇട്ടതിന് ശേഷം മുതലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന്. ഇതേ സംഭവം തന്നെ പ്രതികളിലായിട്ടുള്ള ഒരാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മഞ്ജു വാര്യർക്ക് ഈ പറയുന്ന സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് കിട്ടിയിട്ടുണ്ട്, ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇതിന്റെ പിന്നിൽ ഇന്ന ആൾക്കാർ പ്രവർത്തിച്ചതാണ് എന്ന് വ്യക്തമായിട്ട് അതിലുള്ള ഒരു പ്രതി തന്നെ പറയുന്നുണ്ട്. അതിനുശേഷവും ആ കേസ് ഇതുവരെ നീണ്ട് നിവർന്നിവിടം വരെ വന്നു. അവസാനം ഈ പറയുന്ന ദിലീപുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു തെളിവ് പോലും ഇവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇതിനകത്ത് അഭിപ്രായം, എന്താ കാര്യങ്ങൾ? ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും ഈ ജയിലിൽ കിടന്നിട്ടുള്ളവരാണെങ്കിലും ദിലീപിനെതിരെ ഒരു അറ്റാക്ക്, അതായത് ആളിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ഇൻസിഡന്റ് ഒക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. അതിനൊന്ന് കാണിച്ചു തരാം. ട്രൈസി ഗോപാലൻ ഫിലിം നടക്കുമ്പോ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയപ്പോ ആർട്ടുകാർ റോപ്പിട്ട് തുടങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും അതിന് തയ്യാറായില്ല. ലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവരിത് ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ട് മീൻ പിടിക്കാൻ പോണ വള്ളക്കാരാണ് ദിലീപിനെ അന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ഇവര് ശ്രമിച്ചായിരുന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതിൽ ഇത്രയും നാളെ ജയിലിൽ നിന്ന് ഇറക്കാണ്ട് ഇവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ കേസിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കിന് ഇതുപോലുള്ള കാര്യങ്ങൾ ഇരുവശത്തും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇതിന്റെ അജണ്ട എന്താണ്, ഇത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ മേലിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്, ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്, ഇതിനകത്തൊരു ഗൂഢാലോചന വ്യക്തമായിട്ട് നടന്നിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെ. കാരണം ഓപ്പോസിറ്റ് നിന്നത് ഈ നാട്ടിന്റെ ഗവൺമെന്റ് ആണ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള അത്രയും അധികം സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, അത്രയും അധികം കാര്യങ്ങൾ ഇൻവോൾവ് കാണിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഗവൺമെന്റ് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അതിന് മേളിലാണ് ഈ ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരും. അത് വ്യക്തമായിട്ട് തന്നെ പി രാജീവ് പറയുന്നുണ്ടല്ലോ. അതെ, അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് വകുപ്പ് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് DGP സംസാരിച്ചു, മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിധിന്യായം വിശദമായിട്ട് പരിശോധിക്കും. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ഭാഗങ്ങളാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് നിന്നിട്ടുള്ളത്. അത് അവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുമ്പോൾ, പൂർണ്ണമായ നീതി ലഭിക്കുമ്പോൾ, ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായ നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുത്തിട്ടുള്ള അജണ്ട നല്ലൊരു കാര്യം തന്നെയാണ്. ഇരയ്ക്കൊപ്പം തന്നെ നിൽക്കണം. എന്നാൽ കൃത്യമായ പൂർണ്ണമായിട്ടുള്ള നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ദിലീപും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നായിരിക്കത്തില്ല. ചിലപ്പോൾ ദിലീപ് അല്ല, അവിടെ ഒരു X or Y നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള, നമ്മളിപ്പോ കണ്ടിട്ടുള്ള രീതിയിലാണ് കഥകൾ വരുന്നെങ്കിലോ അവർ മിണ്ടാതൊരു സൈഡിൽ കൂടെ മാറിപ്പോവല്ലേ. എന്നാൽ അവരെയും കൂടെ കയറ്റി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യക്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു നീതി ഈ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് കിട്ടുക തന്നെ ചെയ്യും, അല്ലേ? ഇനി ഈ റിപ്പോർട്ടർ ചാനലിന്റെ അടുത്ത പരിപാടി റോഷിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിവാൽ, അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനി അപ്പീലിലാണ്. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിധി വന്നതിന് ശേഷം ചിലർ കുറിക്കുന്നത് ഇങ്ങനെയാണ്: 6 പ്രതികൾ അവർ ഒരു ദിവസം അങ്ങ് തീരുമാനിക്കുകയാണ്
ഒരു സിനിമാ നടിയെ അങ്ങ് പീഡിപ്പിച്ച് കളയാമെന്ന്, അത് സിനിമാ സ്റ്റൈലിലായിക്കോട്ടെ, ഒരു ഓടുന്ന കാറിൽ പീഡിപ്പിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അതിന്റെ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് 8ാമത്തെ പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ട്. അതിന്റെ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യൂ കുറയുന്നതോടുകൂടി അത് തെളിവായി പൊതുസമൂഹത്തിനടക്കം അത്തരം വിവരങ്ങൾ ബോധ്യപ്പെടുന്നുമുണ്ട്. ഈ ചോറുണ്ണുന്നവർ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെന്ന് നേരത്തെ ഭാഗ്യലക്ഷ്മി നമ്മളോട് അടക്കം പ്രതികരിക്കുകയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാധ്യമത്തെ കാണുമ്പോഴത്തേനെ ഇപ്പൊ സത്യം പറഞ്ഞ പത്തറ്റിക് സിറ്റുവേഷനാ തോന്നുന്നത്. ഒന്ന് നോക്കേ, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ചർച്ചയിൽ നിൽക്കുന്ന, ഇതിന് ലൈവിൽ നിൽക്കുന്നത് 14 പേരാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഇലക്ഷൻ ഡ്യൂട്ടി പോലാണ് ഇവർ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഇത് കൊട്ടിഘോഷിച്ച് മേളിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ ഒരു ഇലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലൊരു ഇൻസിഡന്റ് ആയിക്കോട്ടെ, ഈ മാധ്യമ പ്രവർത്തകർ ഇവർ കാണിക്കുന്ന ഒരു രീതി എന്തോന്ന് ഞാൻ പറയട്ടെ. ഇതിന് വ്യക്തമായ ഇവരൊരു പ്ലാൻ കാണിക്കും, വ്യക്തമായ ഒരു മാപ്പ് കാണിക്കും, അല്ലേ? ഈ മാപ്പ് കാണിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇപ്പം ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകണമെങ്കിൽ അതിന് 4 സൈഡിൽ കൂടെയുള്ള വഴി ഇവർ കാണിക്കും. ഈ 4 വഴിയിൽ കൂടെ നമുക്ക് ഇവിടെ എത്താമെന്ന് ഇവർ കാണിക്കും. എന്നാൽ ഈ ഒരു കേസിൽ മാത്രം ഇവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, നേർവഴി. നേരെ ചെല്ലുക, ആ വ്യക്തിയിലേക്ക് ചെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, പിടിച്ചു വലിച്ചിറക്കുക. ഇത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചത്. എന്നാൽ ഇതിനകത്ത് പല സജഷൻസോ പല കാര്യങ്ങൾ എടുത്തു വെച്ച് പല വ്യക്തികൾ സംസാരിച്ച് ഇതിൽ ഇങ്ങനെയും വരാം. ഇപ്പം ദിലീപ് കുറ്റവിമുക്തനായല്ലോ, കുറ്റവിമുക്തനായപ്പോഴത്തേന് ദിലീപിന്റെ പേരിലേക്ക് ഇത് കൊണ്ടുവരാൻ ഇടയുണ്ട്. സാഹചര്യം എന്താണ്, ഇത് എവിടെയാണ് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്, ഇത് എവിടെയാണ് ഇത് കുത്തിയെടുത്തോണ്ട് വരേണ്ടത്, അത് വ്യക്തമായിട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിച്ച് മാധ്യമ വിധി എഴുതുന്ന കഴിഞ്ഞ 8 വർഷമായിട്ട് മാധ്യമ വിധി എഴുതി ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മേളിലേക്ക് ഇത് മാത്രം ഇട്ടപ്പെടുത്തേക്കിന് ഇപ്പം അയാൾ കുറ്റാരോപിതനല്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേന് അതിനൊരു മാറ്റം കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ഈ മാധ്യമ പ്രവർത്തകർക്കില്ലേ? ഒരിക്കലും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ല. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് വെളിയിലോട്ട് പോകാനൊന്നും കഴിയത്തില്ല. ഇതിനകത്ത് തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളല്ലേ ഇത്? അവിടെ നിന്ന് ഇവരെങ്ങനെ തെളിവുകൾ നശിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വിധിയൊക്കെ അന്യായമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോ കോടതി വിധിയെ മാനിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നതുള്ള കാര്യം പറയാം. ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് സൂക്ഷിച്ചും കണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്ന് കാണിക്കുക. അതിന് മുകളിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് പോയി കിടക്കും. അവിടെ പോയി പുതിയ ചപ്പാത്തി ചിക്കൻ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തിന്നാം. ചെറിയ പരിപാടിയൊന്നും ആയിരിക്കത്തില്ല, ഡയറക്റ്റ് കോടതി വരുന്നൊരു കാര്യം തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നവരും ഇത് സംസാരിക്കുന്നവരും ഇതിനു മുമ്പ് ഈ പ്രതികൾക്ക് സംസാരിക്കാൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും എവിടെയും പറയുന്നില്ല. ആ പ്രതി, അതിനകത്തുപ്പെട്ട ഒരു പ്രതി, അതായത് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു കേസും ഇല്ലാത്തപ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2ാമത്തെ പ്രതി ഈ പറയുന്ന മാർട്ടിൻ ആന്റണി തന്നെ പറയുന്നു ഇത് ഗൂഢാലോചന ദിലീപിനെ പെടുത്തിയതാണ്, ദിലീപ് ഇതിനകത്ത് ഇല്ലാന്ന്. അത് വർഷങ്ങൾക്ക് മുമ്പേ ആ പ്രതി പറയുന്ന ഒരു കാര്യമാണ്. അത് വീണ്ടും എങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടം വരെ കൊണ്ട് എത്തിക്കുന്നത്? അവര് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതിനകത്ത് ആരാണ് പെടുത്തിയെന്നുള്ളത്. എന്നാൽ ആ രീതിയിലേക്ക് കേസ് അന്വേഷിക്കാത്ത എന്താ? ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ ദിലീപിന്റെയും ഈ പറയുന്ന കാവ്യ മാധവന്റെയും ഡിവോഴ്സ് നടന്നല്ലോ. ഈ ഡിവോഴ്സ് നടന്നപ്പോഴത്തേക്കിന് ദിലീപിന്റെ പരസ്ത്രീ ബന്ധമായിരുന്നോ, കാവ്യ മാധവനുമായിട്ടുള്ള കല്യാണമായിരുന്നോ, അവർ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു ഇവർക്ക് ഡിവോഴ്സിലേക്ക് നയിച്ചൊരു കാര്യം? ആ കോടതിയിലെ കേസ് അങ്ങനെ ആയിരുന്നോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ വ്യക്തമായ അജണ്ട എവിടെയാണെന്നും വ്യക്തമായ ഗൂഢാലോചന എവിടെയാണെന്ന് നടന്നതെന്ന് ഇനിയായിരിക്കും ചിലപ്പോൾ അറിയേണ്ടത്, ഇനിയാണ് ചിന്തിക്കേണ്ടത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതോടെ അവസാനിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ഡിഫാം ഉണ്ടാക്കിയ ഒരു കാര്യം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അവിടുന്ന് പിക്ക് ചെയ്തത് മുകളിലോട്ട് കൊണ്ടുവന്ന് ജനനായകൻ എന്ന രീതിയിൽ തന്നെ വരണം. അത്രേ ഉള്ളൂ. ഈ ഇന്നലെ മുതൽ ഈ ഒരു കേസ് ഈ നിമിഷം വരെ കാണുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് ഇതിനകത്ത് വ്യക്തമായ ധാരണ കിട്ടിയ കാര്യങ്ങൾ ഇതാണ്. കാരണം നാളെ ഇലക്ഷൻ, അതായത് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ഇലക്ഷനുള്ള സമയത്തായിരിക്കും. ആ ഇലക്ഷൻ സമയത്ത് തന്നെ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട്, ഒരു ഇമേജ് ഒരിക്കലും ഈ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ നോക്കത്തില്ല. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി അവർ ഇരയ്ക്കൊപ്പം നിന്നെങ്കിൽ പോലും അവർ ചിന്തിച്ച അല്ലെങ്കിൽ ഇര ചിന്തിച്ച രീതിയിലുള്ള ഒരു ആഗ്രഹം അവർക്ക് സഫലമാക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ. അത് കംപ്ലീറ്റ്ലി അവരെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇലക്ഷൻ സമയത്ത് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു കേസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടും വ്യക്തമായ ധാരണ ദിലീപുമായിട്ട് ഇല്ലാത്തത് കൊണ്ടും ദിലീപിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന യാതൊരുവിധ ഘടകങ്ങളും ഈ കേസിന് ഇല്ലാത്തത് കൊണ്ടും തന്നെയാണ്. പിന്നെ ആ പുറത്ത് വന്ന് നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അത് ദിലീപിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ദിലീപ് അറിഞ്ഞോ അറിയാതെ കൊടുത്ത് സഹായിച്ചിട്ടുള്ളവരാണ് ശരി, എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയാണ് നിൽക്കുന്നത്. ഒരു PR വർക്കിന്റെയും ബാക്കി ഒരു കാര്യമല്ല. ചില അജണ്ടകൾ എവിടൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവതരണ രീതി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കാം ഇത്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്, ഈ വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യുക.
അതിനകത്ത് നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് എനിക്ക് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് കമന്റ് ചെയ്യാം. നമുക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കി മുന്നോട്ട് പോകാം. അപ്പം ശരി എന്നാൽ.